കർത്താവിന്റെ ആത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങിവന്ന് തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പെന്തക്കുസ്ത തിരുനാൾ ദിനം ഭാരതസഭയ്ക്ക് കേരള മണ്ണിന് ഇരട്ടി മാധുര്യം നിറഞ്ഞതാകുന്നു. പരിശുദ്ധാത്മ പ്രചോദനങ്ങൾക്ക് മുൻപിൽ നീക്കുപോക്കുകളില്ലാതെ കീഴ്വഴങ്ങിയ കുടുംബങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാൾ. സാമൂഹിക ചട്ടങ്ങളിൽ സ്ത്രീ ശക്തിയെ കെട്ടിയിട്ടിരുന്ന വിലങ്ങുകളെ പൊട്ടിച്ചെറിഞ്ഞ് കുടുംബങ്ങളിലേക്കിറങ്ങാൻ വിശുദ്ധ മറിയം ത്രേസ്യയിൽ നിറഞ്ഞ സ്ഥൈര്യത്തിന്റെ ആത്മാവ്. കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തുക എന്ന ദർശനത്തോടെ ദേവാശ്രയത്വം മാത്രം മുതൽമുടക്കായി കണ്ട് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം ആരംഭിക്കാൻ മറിയം ത്രേസ്യയിൽ നിറഞ്ഞ അറിവിന്റെ ആത്മാവ്. രാജകൊട്ടാരത്തിൽ വരെ കയറി ചെന്ന് സഹായം യാചിക്കാൻ ഒരു പാവപ്പെട്ട മങ്കിടിയാൻ കന്യാസ്ത്രീയെ നയിച്ച വിവേകത്തിന്റെ ആത്മാവ്. സാമൂഹിക ഉച്ചനീചിത്വങ്ങൾക്കെതിരെ സൗമ്യമായും ശക്തമായും പോരാടാൻ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാകാൻ പാവപ്പെട്ട സമർപ്പിതയെ ഉപകരണമാക്കിയ ജ്ഞാനത്തിന്റെ ആത്മാവ്. തന്നെ വേദനിപ്പിച്ചവരോട് പുഞ്ചിരിക്കാനും അവഹേളിച്ചവരോട് വിധേയപ്പെടാനും പരുപരുത്ത ദൈവഹിത വഴികളിലൂടെ പോലും പിന്മാറാതെ മുന്നോട്ടു പോകാനും കരുത്തു നൽകിയ ദൈവഭക്തിയുടെ ആത്മാവ്. വിശുദ്ധ മറിയം ത്രേസ്യായുടെ സ്വർഗപ്രവേശനത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറിയം ത്രേസ്യയെ നയിച്ച, മറിയം ത്രേസ്യ അനുസരിച്ച പരിശുദ്ധാത്മാവ് നമ്മെയും നയിക്കട്ടെ. പുതിയ പെന്തക്കുസ്ത അനുഭവം നൽകട്ടെ. ഏവർക്കും തിരുനാൾ ആശംസകൾ. കർത്താവിന്റെ ആത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങിവന്ന് തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ പെന്തക്കുസ്ത തിരുനാൾ ദിനം ഭാരതസഭയ്ക്ക് കേരള മണ്ണിന് ഇരട്ടി മാധുര്യം നിറഞ്ഞതാകുന്നു. പരിശുദ്ധാത്മ പ്രചോദനങ്ങൾക്ക് മുൻപിൽ നീക്കുപോക്കുകളില്ലാതെ കീഴ്വഴങ്ങിയ കുടുംബങ്ങളുടെ മധ്യസ്ഥ വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാൾ. സാമൂഹിക ചട്ടങ്ങളിൽ സ്ത്രീ ശക്തിയെ കെട്ടിയിട്ടിരുന്ന വിലങ്ങുകളെ പൊട്ടിച്ചെറിഞ്ഞ് കുടുംബങ്ങളിലേക്കിറങ്ങാൻ വിശുദ്ധ മറിയം ത്രേസ്യയിൽ നിറഞ്ഞ സ്ഥൈര്യത്തിന്റെ ആത്മാവ്. കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തുക എന്ന ദർശനത്തോടെ ദേവാശ്രയത്വം മാത്രം മുതൽമുടക്കായി കണ്ട് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം ആരംഭിക്കാൻ മറിയം ത്രേസ്യയിൽ നിറഞ്ഞ അറിവിന്റെ ആത്മാവ്. രാജകൊട്ടാരത്തിൽ വരെ കയറി ചെന്ന് സഹായം യാചിക്കാൻ ഒരു പാവപ്പെട്ട മങ്കിടിയാൻ കന്യാസ്ത്രീയെ നയിച്ച വിവേകത്തിന്റെ ആത്മാവ്. സാമൂഹിക ഉച്ചനീചിത്വങ്ങൾക്കെതിരെ സൗമ്യമായും ശക്തമായും പോരാടാൻ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമാകാൻ പാവപ്പെട്ട സമർപ്പിതയെ ഉപകരണമാക്കിയ ജ്ഞാനത്തിന്റെ ആത്മാവ്. തന്നെ വേദനിപ്പിച്ചവരോട് പുഞ്ചിരിക്കാനും അവഹേളിച്ചവരോട് വിധേയപ്പെടാനും പരുപരുത്ത ദൈവഹിത വഴികളിലൂടെ പോലും പിന്മാറാതെ മുന്നോട്ടു പോകാനും കരുത്തു നൽകിയ ദൈവഭക്തിയുടെ ആത്മാവ്. വിശുദ്ധ മറിയം ത്രേസ്യയുടെ സ്വർഗപ്രവേശനത്തിന്റെ ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറിയം ത്രേസ്യയെ